അടി മോനെ മത്സരം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത്ര കിടിലം ത്രില്ലിംഗ് സെമി ഫൈനൽ മത്സരം കുറെ നാളത്തെ ശേഷം ആദ്യമായാണ് കാണുന്നത്. അത് ഞാൻ വിചാരിച്ച് കയ്യിൽ നിന്ന് പോയി, ഇന്ത്യയുടെ കയ്യിൽ നിന്ന് പോയതാണ് വെച്ചാൽ. കാര്യം അത്രയ്ക്ക് കിടിലൊരു മത്സരമായിരുന്നു. ജേക്കബ് ബദലിന്റെ ഒരു കിടിലം പെർഫോമൻസ് ആയിരുന്നു. അതേപോലെ സാം കറിനോട് വന്നപ്പോൾ ഞാൻ വിചാരിച്ച് കയ്യിൽ നിന്ന് പോയതാണ് വെച്ചത്. സത്യത്തിൽ പറഞ്ഞാൽ ജേക്കബ് ബദൽ 105 റണ്ണെടുത്ത് ഔട്ടായി പുറത്തേക്ക് പോകുമ്പോൾ ഇന്ത്യക്കാർ എഴുന്നേറ്റ് കൈയടിച്ചു. അതാണ് നോക്കുന്നത്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പം മാൻ ഓഫ് ദി മാച്ച് ഒന്നും കൊടുത്തു തുടങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നു സഞ്ജു സാംസനെ കട്ടിയും യോഗ്യൻ എന്ന് പറഞ്ഞ പുള്ളിയാണ്. അത്ര മനോഹരമായി ഇംഗ്ലണ്ടിനെ ഇത്രയും വലിയ സ്കോറിൽ കൊണ്ടെത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല. അമേസിംഗ് പെർഫോമൻസ്. ഞാൻ വിചാരിച്ചു ഇന്ത്യയുടെ കൈ നിന്നത്. പക്ഷേ ഇന്ത്യയുടെ വിജയത്തിന് പിന്നിൽ സഞ്ജു സാംസന് നിർണായകമായ പങ്കുണ്ടെങ്കിലും ഈ നമ്മുടെ ബുംറയുടെ കിടില ഓവറാണ്, അടിപൊളി ഓവറാണ്. പിന്നെ അർഷദ് പട്ടേലിന്റെ ഫീൽഡിങ്, എന്റെ പൊന്നു ഹാരി ബോക്സിന്റെ ക്യാച്ച് എടുത്തത്, ഹാരിയുടെ ആ അടി ഞാൻ വിചാരിച്ചു ഇത്രയും ബാക്ക് അടുത്ത് പോയി ഓടി ഒന്ന് പന്ത് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കിടില ഒരു ക്യാച്ച് ആയിരുന്നു. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഫീൽഡിങ് അമേസിംഗ് ഫീൽഡിംഗ് ആണ്. അദ്ദേഹത്തിന്റെയും ബുംറയുടെയും കിടിലം പെർഫോമൻസും പിന്നെ ലക്ക് ഫാക്ടർ എന്ന് പറയാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലാസ്റ്റ് അദ്ദേഹം എന്താ പറയാ ലാസ്റ്റ് ഓവറിൽ ഞാൻ ആരെ കൊണ്ടുവരുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ആരെ ബൗളിങ്ങിൽ കൊണ്ടുവരുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ശിവൻ ദുബെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കയ്യിൽ നിന്ന് പോകുന്നത്. പക്ഷെ കിട്ടില്ല, അല്ലെങ്കിൽ യോർക്കർ ബോളറിന് തന്നെ ഇന്ത്യ പിടിക്കാൻ പറ്റി. എന്തായാലും വളരെ സന്തോഷം. ഇന്ത്യ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഫൈനലിന് ന്യൂസിലാൻഡിന്റെ അടുത്ത് പോകുമ്പോൾ പൊന്നു മോനെ ഈ ബൗളിംഗ് വെച്ചുകൊണ്ട് ന്യൂസിലാൻഡിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ പണി പാളും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ബൗളിംഗ് കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടതായി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇന്ത്യ ഈ ഒരു അടിപൊളി മത്സരം നാടകീയമായിട്ട് ജയിച്ചെങ്കിൽ വളരെ സന്തോഷം. നന്ദി.